ചോദ്യത്തിന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാരോ അവനാകുന്നു ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനല്ലാതെ ആരും ദൈവമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന യെശയ്യാവ് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കാത്ത ദൈവങ്ങളോ ലോകത്തോടു കൂടെ നശിച്ചു പോകും. ആകയാൽ നോക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയിലെ കന്യകയുടെ മകനായിട്ട് ഭൂമിയിൽ ജനിച്ചു. ഇത്ര മാത്രമേ ക്രിസ്തീയ മതവിശ്വാസികൾക്കും അനവധി പേർക്ക് അറിയത്തുള്ളൂ. എന്നാൽ ഈ ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ. അതായത് നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന ഈ ഭൂമി, സൂര്യചന്ദ്രൻ, നക്ഷത്രാദികള്, ഭക്ഷണം, വായു, വെള്ളം, വസ്ത്രം ഇതെല്ലാം നിർമ്മിച്ചാക്കിയത് ഈ ക്രിസ്തുവിനാലത്രേ. അവനാലത്രേ ലോകം ഉണ്ടായി വന്നത്. അതായത് അവനെ പറ്റി വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നോക്കുവിന് നമ്മളെല്ലാവരും ബുദ്ധി കെട്ടവരാണെന്ന് ഞാൻ പറയാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മളെല്ലാവരും എന്താണ്, എല്ലാ കാര്യത്തിലും ജ്ഞാനമുള്ളവരാണ്. രാഷ്ട്രീയം പറഞ്ഞ്, ഇപ്പൊ ട്രംപിനെ പറ്റി പറഞ്ഞ്, അമേരിക്കയെ പറ്റിയും ഗസയെ പറ്റി പറഞ്ഞ് നമുക്ക് അതിനെ പറ്റി എല്ലാം അറിവുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും സൃഷ്ടിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ എന്താണ് ഒരു ചെറിയ ഇന്റർവ്യൂ കണ്ട ഒരു പയ്യന് തിരുവനന്തപുരം ടൗണിൽ കൂടെ അവനെന്താണ് വളരെ വിദ്യാസമ്പന്നായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, കേരളത്തിന്റെ തലസ്ഥാനം എന്താണെന്ന് ചോദിക്കുന്നു. അവൻ ആകെ വിഷമിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു മലയാളി ആയിരിക്കുന്ന ഏതാണ് MPയോ ഒക്കെ എടുത്ത് ഒരു പയ്യനോട് വെച്ച് കേരളത്തിന്റെ തലസ്ഥാനം എന്ത് അവൻ അറിയത്തില്ല. അയ്യോ, നമുക്ക് പോലും ചിരി വരും ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്, പക്ഷെ ഇവനിപ്പോഴും അറിയത്തില്ല. അവണ്ണം നോക്കുവിന് നമ്മൾ ജനിച്ച നാൾ മുതൽ അനുഭവിക്കുന്ന ഈ സൂര്യനെ സൃഷ്ടിച്ചത് ആരാണ് നമ്മൾ അന്വേഷിച്ചില്ല. അന്വേഷിക്കാഞ്ഞതുകൊണ്ട് കണ്ടെത്തിയതുമില്ല.